മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള നെംചെ കിപ്ചൻ ഉപമുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രിയായി മെയ്തേ വിഭാഗത്തിലുള്ള യുമാൻ ഖേംചന്ദ് സിംഗിനെ പ്രഖ്യാപിച്ചിരുന്നു. മെയ്തേ കുക്കി വിഭാഗങ്ങൾക്ക് പരിഗണന നൽകിയാണ് സർക്കാർ രൂപീകരണം. വിനിത വിജയ് വിവരങ്ങളുമായി ചേർന്നു. വിനിത, പണ്ട് മണിപ്പൂരിൽ പോയ കാര്യമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ഭരണമാറ്റം? തീർച്ചയായും എസ് കെ, മണിപ്പൂരിൽ കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിലുണ്ടായ സംഘർഷം പിന്നാലെ മുഖ്യമന്ത്രിയായിരുന്ന എൻ ബിരേൻ സിംഗ് അദ്ദേഹം പിന്നീട് രാജിവെക്കുന്നു. അതിനൊക്കെ ശേഷമാണ് രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ മണിപ്പൂർ എത്തുന്നത്. അതിപ്പോൾ ഏതാണ്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ മാസം തന്നെ രാഷ്ട്രപതി ഭരണത്തിനുള്ള കാലാവധി അവസാനിക്കാനിരിക്കെയാണ് വീണ്ടും ഈ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത്. അതിൽ BJP നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ചില ഉന്നത നേതാക്കളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ മണിപ്പൂരിൽ ഈ സർക്കാർ രൂപീകരണത്തിന് BJPക്ക് തന്നെയാണ് സാധ്യത. അവർക്ക് തന്നെയാണ് അവിടെ കക്ഷിബലം കൂടുതലുള്ളത്. ഒപ്പം ഈ കുക്കി മെയ്തേ വിഭാഗങ്ങൾ ഇരു വിഭാഗത്തെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അതിൽ ഇന്നലെ നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മെയ്തേ വിഭാഗത്തിൽ നിന്നുള്ള യുംനാം ഖേംചന്ദ് സിംഗ് മണിപ്പൂരിലെ അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അദ്ദേഹത്തെ ഇന്നലെ ഇംഫാലിൽ ചേർന്ന യോഗം നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം അത് കുക്കി വിഭാഗത്തിന് നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത്. നെംച കിംചൻ എന്ന വനിതാ നേതാവ്, കുക്കി വിഭാഗത്തിന്റെ നേതാവാണ് അവർ നിലവിൽ കാങ്പോപ്പി മണ്ഡലത്തിൽ നിന്നുള്ള BJP MLA ആണ്. അവർക്കാണ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി നൽകുന്നത്. നേരത്തെ എൻ ബിരേൻ സിംഗിന്റെ മന്ത്രിസഭയിലെ അവർ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു. എന്നിങ്ങനെ ഇരു വിഭാഗങ്ങളെയും വിശ്വാസയോഗ്യത്തിൽ എടുത്തുകൊണ്ട് ഉള്ള ഒരു മന്ത്രിസഭ, ഒരു സർക്കാർ രൂപീകരണം തന്നെയാണ് ഈ ഘട്ടത്തിൽ നേതാക്കൾ ആലോചിക്കുന്നത്. ഈ ചർച്ചകൾ പൂർത്തിയായാൽ നിയമസഭാ കക്ഷി നേതാവ് ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കും. സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ തേടും. അതിന് പിന്നാലെയാണ് ഈ കാലാവധി അവസാനിക്കാനിരിക്കെ സർക്കാർ രൂപീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ. ഒപ്പം തന്നെ ഇപ്പോൾ ഇതാ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രിയെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏതാണ്ട് അധികം വൈകാതെ തന്നെ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് മണിപ്പൂർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.